കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രണ്ടാം ദിവസവും സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനം നടത്തണമെന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. ഞാനത് വിശദീകരിക്കാതെ ഒരു വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ. പഴയ നിയമത്തിൽ ഏതാണ്ട് 46 അധ്യായവും പുതിയ നിയമത്തിൽ 4 അധ്യായവും ഈ സമാഗമന കൂടാരത്തിന് വേണ്ടി മാത്രം ദൈവം മാറ്റിവെച്ചു. സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുവാൻ 2 അധ്യായം ദൈവം ഉപയോഗിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ വിശദീകരണത്തിനായി 46 അധ്യായം എടുക്കുകയും പുതിയ നിയമത്തിൽ 4 അധ്യായത്തിലൂടെ ആ പഴയ നിയമ സത്യങ്ങളുടെ പൊരുളുകൾ എന്താണെന്നുള്ളത് ദൈവം എബ്രായലേഖനത്തിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ ഓർത്ത് നോക്കുക, ഇത്ര അധികം അധ്യായം എടുത്ത ദൈവം ഇത് വരച്ച് തരണമെങ്കിൽ, ഈ ചിത്രം നമുക്ക് തരണമെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ എത്ര ആഴമാണ് എന്നുള്ളത് ഈ വിഷയത്തോട് ബന്ധത്തിൽ ഓർത്ത് നോക്കുക. അതുതന്നെ അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുന്നു. രണ്ടാമത് ഓർക്കണം, ദൈവം ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ ഒരു ആലയം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഈ സമാഗമന കൂടാരത്തുള്ള ബന്ധത്തിലാണ്. എന്നെ ക്ഷണിക്കുന്ന പല സ്ഥലത്തും പോയി ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അനേക സഭകളിൽ രക്ഷിക്കപ്പെട്ടവരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. യാഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരെ അനേക നാമധേയ ക്രൈസ്തവരുടെ മധ്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. അവർ വേർപെട്ടിട്ടില്ല. വളരെ വ്യക്തമായി ഈ വേർപാടെന്ന് പറയുന്നത് നാമധേയ ക്രൈസ്തവരിൽ നിന്ന് വേർപെടണമെന്നുള്ളതല്ല ഈ ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബൈബിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ വേർപെടാൻ ദൈവവചനത്തിൽ പറയുമ്പോൾ അത് സഭകളിൽ നിന്ന് വേർപെടാൻ പറഞ്ഞതല്ല. ബൈബിളിൽ വേർപെടാൻ പറഞ്ഞപ്പോൾ അന്ന് നാമധേയ ക്രൈസ്തവര് സഭകളെങ്ങനെ ഛിന്നഭിന്നമൊന്നും ആയിട്ടില്ല, സമുദായങ്ങളും മറ്റുമില്ല. അന്ന് വേർപെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് വേർപെടുകയാണ്, ലോകത്തിൽ നിന്ന് വേർപെടുകയാണ്. എന്നാൽ നമ്മൾ ഒന്നുകൂടെ ഓർക്കണം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് വേർപെട്ട് കൂടാൻ ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ഇന്ന് നാമധേയ ക്രൈസ്തവരുടെ മധ്യത്തിൽ രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവജനം വേർപെട്ടു വരുമ്പോൾ, അവർ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുമ്പോൾ അവരുടെ മധ്യത്തിൽ അവൻ ഇറങ്ങി വരുമെന്നുള്ളത് പുതിയ നിയമത്തിൽ ഉറപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇങ്ങനെ വേർപെട്ട സഭകളൊക്കെ എണ്ണത്തിൽ ഒരു പക്ഷെങ്കിൽ ചെറുതായിരിക്കാം. എന്നാൽ ഒരു സത്യം ഓർക്കണം, അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഒന്നുകൂടെ ഓർക്കുക, കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ആ ചോര അവരെ ഈജിപ്തിൽ നിന്ന് വേർതിരിച്ചു. they were separated, they were saved, they were separated. അങ്ങനെ വേർപെട്ടവരെ അവൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടു. അവരുടെ മധ്യത്തിലാണ് അവൻ ഇറങ്ങി വന്നത്. നാം കണ്ടു, അവർ ഈജിപ്തിൽ നിന്ന് വേർതിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ദൈവത്തിന് സ്തുതി പാടി. പുറപ്പാട് പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും നമ്മളത് വായിക്കുകയുണ്ടായി. ആ ദൈവത്തെ അറിഞ്ഞ് അവന് മഹത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യത്തിലാണ് ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്നതെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ഇതെത്ര സത്യമാണ് പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ. ലോകത്തിൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ദൈവം എവിടെയാണ് വസിക്കുന്നത്? തന്നെ അറിഞ്ഞ തന്നോട് ബന്ധമുള്ള, തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് തനിക്ക് വേണ്ടി വേർതിരിഞ്ഞവരുടെ മധ്യത്തിലാണ് ജീവനുള്ള ദൈവം വസിക്കുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് തിമോഥെയോസ് രേഖപ്പെടുത്തിയത്, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ ദൈവത്തിൻ്റെ സഭ. സൗരന്മാരെ, ഈ സമാഗമന കൂടാരത്തുള്ള ബന്ധത്തിൽ ഇതിൻ്റെ പഠനങ്ങൾ എത്ര ശ്രദ്ധേയമാണെന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ വിഷയം ഞാൻ ഓർപ്പിച്ചത് വീണ്ടും ശ്രദ്ധിച്ചു നോക്കുക, ഒന്നുകൂടെ ധ്യാനിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം വേണ്ട കൃപ ധാരാളം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയെന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യത കൊടുക്കാതെ മറ്റു പലതിനും പ്രാധാന്യത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ പഠനം പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ ദൈവസഭയുള്ള ബന്ധത്തിൽ ഗൗരവമായി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓർക്കുക, ഈ ഇസ്രായേൽ പാളയത്തെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ദിസ് ഈസ് എ ക്യാമ്പ്. നമ്മൾ ഓർത്തു 8 സ്ക്വയർ മൈലാണ്, 20 ലക്ഷം ജനം. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചു, അവരുടെ ഗോത്രങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ ഏതാണ്ട് 6,03,000 ചില്ലുവാനും ആളുകൾ വരികയാണ്. ഓൾമോസ്റ്റ് 6 lakhs പ്ലസ്. 6 ലക്ഷം പുരുഷന്മാർ 20 വയസ്സിന് മുകളിലോട്ട്. അവരുടെ സ്ത്രീകളും മറ്റു കുഞ്ഞുങ്ങളെയെല്ലാം കൂടെ കൂട്ടുമ്പോൾ 20 ലക്ഷത്തിലധികമുണ്ട്. 20 ലക്ഷം ജനങ്ങളുടെ മധ്യത്തിൽ ദൈവം വസിക്കുകയാണ്. 20 lakhs. നമ്മൾ ശ്രദ്ധിച്ചു, അവരുടെ ക്യാമ്പ് ഏതാണ്ട് 8 സ്ക്വയർ മൈലിൽ കിടക്കുകയാണ്. അവരെങ്ങനെ പാളയമിറങ്ങണമെന്ന് ദൈവം പറഞ്ഞു. ഓരോ കൊടിക്കീഴിൽ അണിനിരക്കുകയാണ്. ആ കൊടികളെക്കുറിച്ച് നമ്മൾ ഓർക്കുകയുണ്ടായി. ആ കൊടിക്കീഴിൽ 3 ഗോത്രങ്ങൾ അണിനിരക്കുകയാണ്. അതിൻ്റെ
ആദ്യം സമാഗമന കൂടാരം പണിയണം. അതോടുള്ള ബന്ധത്തിലാണ് അവരെവിടെ പാളയമിറങ്ങണമെന്നുള്ളത് ദൈവം ഓർപ്പിച്ചെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നാം പ്രത്യേകം ഓർക്കുക, ഈ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ എപ്പോഴും കിഴക്കാണ്, എപ്പോഴും കിഴക്കാം. ഈ ബൈബിളിലെ ദൈവവചനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വേദപുസ്തകത്തിൽ കിഴക്കെന്നും വടക്കെന്നും പടിഞ്ഞാറെന്നും തെക്കെന്നും ഒക്കെ പറയുമ്പോൾ അതിന് പ്രാധാന്യതയുണ്ട്. സഭാപ്രസംഗി 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് കിടക്കും. ഒരു വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് കിടക്കും. സഭാപ്രസംഗി 11-ാം അധ്യായം. ഒരു വൃക്ഷം വീണാൽ എടുത്ത് മാറ്റാൻ സാധിക്കുകയില്ലേ? എന്നാൽ അവിടെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തെയാണ് വൃക്ഷത്തോട് ഉപമിച്ച് പറഞ്ഞത്. മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്കാണ് വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് കിടക്കും. എബ്രായർ 9:27 ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തിട്ട് കടന്നുപോയത് നമ്മൾ ഓർത്തു കിഴക്കോട്ട് പോയി. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ അത് മനസ്സിലാകുന്നുണ്ട്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം എടുക്കുമ്പോൾ യാഗമൃഗങ്ങളെ അറുക്കുന്നതൊക്കെ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്താണ്. എസെക്കിയേൽ 47 എടുത്തു നോക്കുമ്പോൾ പ്രവാചകനെ ദൈവം ഇങ്ങനെ കൊണ്ട് നടന്ന് കാണിക്കുന്നുണ്ട്. ആ ദേവാലയത്തിൽ നിന്ന് ജീവജല നദി കിഴക്കോട്ട് ഒഴുകി പോവുകയാണ്. ആ മനുഷ്യൻ ദൈവത്തെ വിട്ടകന്നു പോയ സ്ഥലത്തോട്ട് അത് ഒഴുകിപ്പോകുന്നു. പക്ഷേ ദൈവം കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്? വടക്ക് ഭാഗത്ത് യാഗമൃഗങ്ങൾ അറുക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ദൈവനീതിക്ക് ഭംഗമില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ പിറകെ അന്വേഷിച്ച് ചെയ്യുന്ന ചിത്രമാണ് എസെക്കിയേൽ 47 വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ബൈബിള് ദൈവശ്വാസ്യവും സ്വർഗത്തിൽ സ്ഥിരമാക്കിയ വചനമാണ്. അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും ആശയമുണ്ട്, അർത്ഥമുണ്ട്. അത് ദൈവശ്വാസ്യമാകിയാൽ അതിന് പ്രാധാന്യതയുണ്ട്. നാം ഓർത്തു, അതിൻ്റെ കിഴക്ക് ഭാഗത്താണ് അതിൻ്റെ വാതിൽ, കിഴക്ക് ഭാഗത്താണ്. മനുഷ്യൻ പാപം ചെയ്തിട്ട് കിഴക്കോട്ട് പോയി. അവനെ നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഈ കിഴക്കോട്ട് വാതിൽ തുറന്നിരിക്കുന്നതിൻ്റെ കാരണം. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം, ഈ കിഴക്ക് പാളയമിറങ്ങുവാൻ ദൈവം ആവശ്യപ്പെട്ടത് യഹൂദ ഗോത്രവും സെഫലൂനും ഇസഖാറും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രാഹീമും ബെഞ്ചമിനും മനശ്ശയും. അതിൻ്റെ വടക്ക് വശത്ത് ദാൻ ഗോത്രവും നഫ്താലിയും ആശറും. അതിൻ്റെ തെക്ക് ഭാഗത്ത് രൂബേനും ഗാദും ശെബിയോനും. ഈ ഗോത്രങ്ങൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് അല്പം അകലത്തിൽ വേണമെന്ന് ദൈവം ആവശ്യപ്പെടുകയുണ്ടായി. ഇവിടെ ഒരു ബഫർ സോൺ പോലെ ഒരു സോണ് ദൈവം ഉണ്ടാക്കി. എന്തിനാണെന്ന് ചോദിച്ചാൽ, മറ്റു മനുഷ്യർ അടുത്ത് വരരുത്. ഇനിയും ആ ഭാഗത്തുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. നോക്കെ, ഇസ്രായേൽ പാളയത്തിൽ ശ്രദ്ധിച്ചാൽ 3 കൂട്ടം ആളുകളുണ്ട്. ദർ ആർ 3 kinds of people. ഈ 3 കൂട്ടം ആളുകളുടെ ശുശ്രൂഷകൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം, സംഖ്യാപുസ്തകം എന്നെടുത്താട്ടെ. സംഖ്യാപുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗർഷോൻ, കെഹാത്ത്, മൊരാരി. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഓവർലുക്ക് ചെയ്തു പോയി. ഒന്ന് ശ്രദ്ധിച്ചോണം, ലേവി ഗോത്രത്തിലുള്ള എല്ലാവരും പുരോഹിതന്മാരല്ല. ലേവി ഗോത്രത്തിലുള്ളതെല്ലാം പുരോഹിതന്മാരല്ല. പിന്നെ ആരാണ് പുരോഹിതന്മാർ? ലേവ്യ പുസ്തകം 8-ാം അധ്യായം എടുത്ത് ഈ ഭാഗത്ത് നമുക്ക് മടങ്ങി വരണം. ഞാൻ ആ ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാം. മാത്രമല്ല, പുതിയ നിയമ സഭയുള്ള ബന്ധത്തിലും അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനമാണ്. ലേവ്യ പുസ്തകം 8-ാം അധ്യായം. അവിടെയാണ് നാം വായിക്കുന്നുണ്ട്, യഹോവ മോശയോട്, നീ അഹ്റോനെയും അവനോടുകൂടി അവൻ്റെ പുത്രന്മാരെയും പിന്നീട് അവരെ അഭിഷേകം ചെയ്യുവാനായിട്ടുള്ള വസ്തുക്കൾ എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കരപൂരണം നടത്തുകയാണ്. കരപൂരണം, കോൺസിക്രേഷൻ, കരപൂരണ യാഗം. അവരെ സമർപ്പിക്കുന്ന യാഗം അവിടെ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ പുറപ്പാട് 28-ന്റെ 1 നോക്കിയേ. ആ ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് തിരിച്ച് സംഖ്യാപുസ്തകത്തിൽ വരാം. പുറപ്പാട് പുസ്തകം 28-ന്റെ 1-ാമത്തെ വാക്യം, 28:1. എക്സോഡസ് 28:1. നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ കൊണ്ടുവരണം. അപ്പോൾ പുരോഹിതന്മാരെന്ന് പറയുന്നത് അഹ്റോനും അഹ്റോൻ്റെ മക്കൾക്കുമുള്ള പദവിയാണ്. അവർ ലേവി ഗോത്രത്തിലുള്ളവരാണ്. നമ്മൾ നോക്കുക, സമാഗമന കൂടാരത്തിൻ്റെ മുന്നിൽ മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. സമാഗമന കൂടാരത്തിൻ്റെ മുന്നിൽ പാർക്കുന്നത് മോശയും അഹ്റോനും അഹ്റോൻ്റെ പുത്രന്മാരും.
അവരാണ് ഈ ഭാഗത്തെ ബഫർ സോൺ. എന്നാൽ വീണ്ടും സംഖ്യാപുസ്തകത്തിൽ വരാം. സംഖ്യാപുസ്തകത്തിൻ്റെ 3-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ 17-ാം വാക്യം, ലേവി ഗോത്രത്തിൽപ്പെട്ടതാണ് അഹരോനെങ്കിലും അഹരോന്റെ കുടുംബത്തിന് മാത്രമേ പൗരോഹിത്യത്തിനുള്ള പദവി കൊടുത്തിട്ടുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അത് ലേവി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് അഹരോൻ. അഹരോനും മക്കൾക്കും മാത്രമേ പൗരോഹിത്യം ദൈവം കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ലേവ്യർ എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ള ലേവ്യരുടെ പേര് വേലക്കാരെന്നാണ്. വർക്കേഴ്സ്. ദേ ആർ വർക്കേഴ്സ് ഫോർ ഗോഡ്. അവർ ദൈവത്തിൻ്റെ വേലക്കാരാണ്. നമ്മൾ ഓർക്കണം, അഹരോനും പുത്രന്മാരും പുരോഹിതന്മാരാണ്. ലേവി ഗോത്രത്തിലെ ഈ ലേവിയുടെ 3 പുത്രന്മാർ ഗർശോന്യരും കഹാന്യരും മെരാരികളും അവർ വർക്കേഴ്സാണ്, വേലക്കാരാണ്. അവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 23-ാം വാക്യം നോക്കുക. ഗർശോന്യ കുടുംബത്തിൽ തിരുനിവാസത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് ഭാഗത്ത് പാളയമിറങ്ങണം. ഗർശോന്യ കുടുംബം തിരുനിവാസത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് ഭാഗത്ത് പാളയമിറങ്ങണം. ഗർശോന്യർ ഇവിടെ പാളയമിറങ്ങുന്നു. അവരുടെ ജോലി എന്താണ്? ഇന്നലെ നമ്മൾ പഠിച്ചു. ആ ഭാഗം വായിച്ചു നോക്കിയാൽ 25-ാം വാക്യം, ഗർശോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിൻ്റെ പുറമൂടിയും സമാപന കൂടാരത്തിൻ്റെ വാതിലുള്ള മറശ്ശീലയും തിരുനിവാസത്തിൻ്റെ യാഗയുടെ ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ മറശ്ശീലയും പ്രാകാര വാതിലിൻ്റെ മറശ്ശീലയും അതിൻ്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളുമാകുന്നു. നോക്കുക, ഈ ഗർശോന്യര് യാത്ര ചെയ്യുമ്പോൾ എന്താണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്? തിരശ്ശീലകളാണ്. ഇവിടെ പ്രാകാരത്തിൻ്റെ തിരശ്ശീലകൾ, 3 തിരശ്ശീലകൾ, ഇതിൻ്റെ കയറുകൾ മുഴുവൻ എടുക്കുന്നത് ഗർശോന്യരാണ്. നമ്മൾ ഓർക്കണം, ഈ തിരശ്ശീലകൾ 4 നിറമുള്ള നൂലുകൾ കൊണ്ടാണ്. 4 നിറമുള്ള, ഇന്ന് നമുക്ക് ആ ഭാഗം കടന്നു വരാം. ആ 4 നൂലുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ 4 സുവിശേഷത്തിൽ 4 ക്യാരക്ടർ വരച്ച് കാണിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന 4 സുവിശേഷം. ആ 4 സുവിശേഷത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ ഈ വാതിലിൽ കാണുന്ന 4 നിറങ്ങൾ. ആ 4 നിറങ്ങൾ 4 തൂണിൽ വരച്ചു പിടിച്ചിരിക്കുകയാണ്. ആ വാതിൽ 4 തൂണിൽ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് ഒരു വാതിൽ. ഞാൻ വാതിലാണെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് നമുക്ക് ആ വാതിലിനെ കുറിച്ച് അല്പം വിശദമായി പഠിക്കാം. എന്നാൽ പ്രാരംഭമായി പ്രത്യേകം ഓർക്കുക, അത് മുഴുവൻ ചുമക്കുന്നതും യാത്ര ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുന്നതും ഗർശോന്യരാണ്. ഈ ഗർശോന്യർ പുതിയ നിയമത്തിൽ ആരാണ്? സുവിശേഷന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്നു. ദേ ആർ ഇവാഞ്ചലിസ്റ്റ്. അവർ ദൈവവചനത്തിൻ്റെ ആഴത്തിലോട്ടൊന്നും ഇറങ്ങി ചെല്ലുന്നില്ലേ. ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. സുവിശേഷന്മാർ ടീച്ചേഴ്സായിട്ടുള്ളവരുണ്ട്. പക്ഷേ സുവിശേഷകന്മാർ, നിങ്ങൾ വടക്കേന്ത്യയിലും മറ്റും പോയാൽ നിങ്ങൾക്കറിയാം, എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ, ഞങ്ങൾ ഇടപെടുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടിയുണ്ട്. വർഷങ്ങളായി ഞങ്ങൾ അങ്ങനെ പോയി വചനത്തിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെയൊന്നും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ തിരശ്ശീലകൾ ചുമക്കുവാനാണ് ആവശ്യപ്പെട്ടത്. സുവിശേഷകന്മാർ, ഗർശോന്യർ. അടുത്ത കൂട്ടരെ നോക്കിയാട്ടെ, 29-ാം വാക്യം, കെഹാത്യർ. കെഹാത്യർ എന്താണ് ചെയ്യേണ്ടത്? തിരുനിവാസത്തിൻ്റെ തെക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. തെക്ക് ഭാഗം, കഹാത്യർ തെക്ക് ഭാഗത്ത് പാളയമിറങ്ങുകയാണ്. അവരാണ് ഇവിടുത്തെ ബഫർ സോൺ. തെക്ക് ഭാഗത്ത് പാളയമിറങ്ങുന്നു. അവരെന്താ ചുമക്കുന്നതെന്ന് നോക്കിയാട്ടെ. 31-ാം വാക്യം, അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരം, ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശ്ശീല എന്നിവ അവയുടെ വേലയൊക്കെയും ആകുന്നു. അവർ ചുമക്കേണ്ടത് ഇവിടെ കാണുന്ന ഈ ഉപകരണങ്ങളൊക്കെയാണ്. അതിൻ്റെ തിരശ്ശീലയുണ്ട്, അകത്തെ തിരശ്ശീലകൾ. അവർ ചുമക്കേണ്ടത് വളരെ വിലപിടിപ്പുള്ളതാണ്. തങ്കവും തനിത്തങ്കവും തങ്കം കൊണ്ട് പൊതിയപ്പെട്ടതുമായ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഈ കഹാത്യർ ചുമക്കുകയാണ്. അവരാരെയാണ് പുതിയ നിയമത്തിൽ കാണിക്കുന്നത്? ടീച്ചേഴ്സിനെ കാണിക്കുന്നു. ഉപദേഷ്ടന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്നു. ഇനിയും വേറെ ഒരു കുടുംബം കൂടെയുണ്ട്. ആ സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, മെരാരികൾ. നോക്കുക, ലേവിയുടെ 3-ാമത്തെ പുത്രനാണ് മെരാരി. 35-ാം വാക്യം നോക്കട്ടെ. മെരാരി കുടുംബം, അവർ തിരുനിവാസത്തിൻ്റെ വടക്ക് ഭാഗത്ത് പാളയമിറങ്ങണം. നോക്കുക, വടക്ക് ഭാഗത്ത് മെരാരി കുടുംബം. ഇവിടുത്തെ ബഫർ സോൺ മെരാരികളാണ്. അവരെ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നമ്മൾ നോക്കിയാട്ടെ. അതിന് 36-ാം വാക്യം, തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂണ്, ചുവട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ച് എല്ലാ വേലയും, പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ള തൂണ്, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ അവർ ചുമക്കുന്നത് ഏറ്റവും ഭാരമുള്ളതാണ്. മെരാരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കയ്പെന്നാണ്. മൂര്,
മിറ, മൂര്, കയ്പ്. മെരാരി ചുമക്കുന്നത് ഇതിൻ്റെ ഫ്രെയിംസും ഇതിൻ്റെ പലകളുമാണ്, പ്ലാങ്ക്സ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ ഫ്രെയിം സൂക്ഷിക്കുന്നവരാണ്. അവരാരുടെ സ്ഥാനത്താണ്? മൂപ്പന്മാർ. അവരുടെ അനുഭവം കയ്പാണ്, അവരുടെ ശുശ്രൂഷ ഭാരമുള്ളതാണ്. ദൈവത്തിന് അറിയാം. എന്നാൽ ദൈവത്തിൻ്റെ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഈ 3 കൂട്ടരുടെ വേലകൾ ഇന്നും നടക്കുന്നു. നമ്മൾ എഫെസ്യരിൽ 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇടയന്മാരായി അല്ലെങ്കിൽ മൂപ്പന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഉപദേശകന്മാരായി. അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിത്തറയായിരുന്നു. ബാക്കി 3 പേര് ശേഷിക്കുന്നു. ബ്രദേഴ്സ്, ഇതെത്ര വണ്ടർഫുൾ ആണെന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ ഈ 3 പേരുടെ വേലകൾ നമ്മൾ ഓർത്തതുപോലെ നോക്കുക. ഇവിടെ ആ ലേവിയുടെ 3 മക്കൾ 3 വശത്ത്, കഹാത്യരും ഗർശോന്യരും മെരാരികളും, മുന്നൽ അഹരോനും അഹരോന്റെ പുത്രന്മാരും മോശയും. ഇനി നമ്മൾ ഒന്നുകൂടെ ഈ പാളയത്തിൽ നിന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞിട്ട് അവിടെ വിടാം. ഈ പാളയത്തെ ശ്രദ്ധിച്ചാൽ 3 കൂട്ടരെ കാണുന്നു. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു, അഹരോനും പുത്രന്മാരും പുരോഹിതന്മാർ, പ്രീസ്റ്റ്, വർഷിപ്പേഴ്സ്. ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു ചെന്ന് ധൂപം കാട്ടുന്നു, നിലവിളക്ക് കത്തിക്കുന്നു, ദൈവിക ശുശ്രൂഷയിൽ ജാഗരൂകരായി നിൽക്കുമ്പോൾ ദേ ആർ സോ ക്ലോസ് വിത്ത് ഗോഡ്, വർഷിപ്പേഴ്സ്. എന്നാൽ ഇവരോ, ലേവിയുടെ മറ്റു മക്കൾ കഹാത്യരും ഗർശോന്യരും മെരാരികളും, ലേവിയുടെ 3 മക്കൾ, അവർ ആരാണ്? വേലക്കാരാണ്, വർക്കേഴ്സ്. എന്നാൽ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, ഈ പാളയത്തിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ആരാന്നറിയാമോ? ദേ ആർ സോൾജേഴ്സ്, യോദ്ധാക്കൾ. 20 years and up. 20 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ പുരുഷന്മാരും അവർ യോദ്ധാക്കളാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പാളയത്തിൽ 3 കൂട്ടരുണ്ട്. സോൾജേഴ്സ് ഉണ്ട്, വർഷിപ്പേഴ്സ് പ്രീസ്റ്റുകളുണ്ട്, വർക്കേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ പുതിയ നിയമത്തിൽ ഒന്ന് നോക്കി, വിശദീകരിക്കാതെ ഞാൻ പറഞ്ഞു പോകാം. പുതിയ നിയമ സഭയുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഈ 3 കൂട്ടരും ഇന്നുണ്ട്. പക്ഷേ ഈ 3 ജോലിയും നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ യോദ്ധാക്കളാണ്. നമുക്ക് പോരാട്ടമുണ്ട്, ആത്മീയ പോരാട്ടം, സ്പിരിച്വൽ വാർ. പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. വി ആർ ഇൻ എ സ്പിരിച്വൽ വാർ, കോൺസ്റ്റന്റ് സ്പിരിച്വൽ വാർ. വിശ്വാസികൾ ഇവിടെ നിന്ന് പോകുന്നിടം വരെ ആ സ്പിരിച്വൽ വാറാ. ഇവിടെ നമ്മൾ പല പ്രശ്നങ്ങളൊക്കെ സഭയിലും മറ്റും അഭിഹരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, ദിസ് ഈസ് എ സ്പിരിച്വൽ വാർ. നമ്മൾ യോദ്ധാക്കളാണ്, എന്നാൽ നമ്മൾ പുരോഹിതന്മാരാണ്. വളരെ വ്യക്തമായി പത്രോസ് രേഖപ്പെടുത്തി, നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി ആരാധിക്കുന്നു. അതുപോലെ തന്നെ ഉയർത്തുന്നതിൻ്റെ കർത്താവ് കൃപാവരങ്ങൾ നമുക്ക് തന്നോടുകൂടെ നമ്മൾ ആരായി? ആ കൃപാവരങ്ങളിലൂടെ ശുശ്രൂഷിക്കുന്ന വേലക്കാരായി മാറി. നമുക്ക് ഓരോരുത്തർക്കും ദൈവം അതാത് വേലകൾ കൊടുത്തിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി. ഈ 3 ശുശ്രൂഷയും ഓരോ ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുകയാണ്. വി ആർ എ സോൾജർ, വി ആർ എ വർഷിപ്പർ, വി ആർ എ വർക്കർ. നാം അവൻ്റെ യോദ്ധാക്കളാണ്, ആത്മീയ പോരാട്ടത്തിൻ്റെ യോദ്ധാക്കളാണ്. നാം കർത്താവിനെ ആരാധിക്കുന്ന പുരോഹിതന്മാരാണ്, നാം വേലക്കാരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേല തന്നിട്ടുണ്ട്. നമുക്ക് ഈ പാളയത്തിൽ അത് നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് സാധിക്കുന്നു. എത്ര മനോഹരമാണ് ദൈവസഭയുടെ, എത്ര മനോഹരമായ ചിത്രം, ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഭാഗം ഇടാം. കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഓർത്തു, ദൈവത്തെ അറിഞ്ഞ ജനത്തിന് മധ്യത്തിൽ അവൻ വസിപ്പാൻ അവൻ കൊതിച്ചു. ദൈവം അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. ദൈവം ആലയം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പുറപ്പാട് ദിവസം 27-ാം അധ്യായം എടുക്കാം. പുറപ്പാട് ദിവസം 27-ാം അധ്യായം നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. ഞാൻ പറയുന്ന വാക്കുകൾ നോക്കൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ കോർട്ട് ആൻഡ് ദ ഗേറ്റ്, പ്രാകാരവും അതിൻ്റെ വാതിലും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ആ പാഠം നമുക്ക് തീർക്കാനായിട്ട് ശ്രമിക്കാം. പ്രാകാരവും അതിൻ്റെ ഗേറ്റും, കോർട്ട് ആൻഡ് ദ ഗേറ്റ്. എന്താണ് ഈ കോർട്ട് ആൻഡ് ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ കോർട്ട്. കോർട്ടും അതിൻ്റെ ഗേറ്റും, അതിൻ്റെ പ്രാധാന്യത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഈ മോഡൽ നോക്കിയാലും കാണാം. നോക്കുക, മറ്റു പാളയത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കോർട്ടുണ്ട്. ആ കോർട്ടുമുണ്ട്, അതിനൊരു ഗേറ്റുമുണ്ട്. ഇനി അതിൻ്റെ റെഫറൻസസ് ഞാൻ പറയാം, പ്രത്യേകം ശ്രദ്ധിക്കുക. പുറപ്പാട് ദിവസം 27-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് 19 വരെയുള്ള വാക്യം. എക്സോഡസ് ചാപ്റ്റർ 27
വേഴ്സസ് 9 to 19. പുറപ്പാട് 27 9 തൊട്ട് 19 വരെ. രണ്ടാമത്തെ റെഫറൻസ് 38 അധ്യായത്തിൻ്റെ 9 തൊട്ട് 20 വരെ. പുറപ്പാട് പുസ്തകം 38 അധ്യായത്തിൻ്റെ 9 തൊട്ട് 20 വരെ. അത് നോട്ട് ചെയ്തെങ്കിൽ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതും വളരെ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമേറിയ ഒരു പഠനം തന്നെയാണ്. നോക്കാം. പുറപ്പാട് പുസ്തകം 27 അധ്യായത്തിൻ്റെ 9 തൊട്ടുള്ള വാക്യം, തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം. തിരുനിവാസം എന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തിൻ്റെ വാസസ്ഥലം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം, കോട്ട് ഉണ്ടാക്കണം. ഇനി അടുത്ത് നോക്കുക. തെക്ക് ഭാഗത്ത് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. 100 മുഴം. ഈ മുഴം 1.5 ആണെന്നും 1.8 ആണെന്നും 1.75 ആണെന്നും ഒരു പഠനത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. ഏതായാലും മുഴം 100 മുഴമാണ്. 100 മുഴം 100 ക്യൂബിറ്റ്സ്. തെക്ക് ഭാഗത്ത് നമ്മളിവിടെ വായിക്കുന്ന 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിന് 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ട് തൂണുകളും കൊളുത്തും മേൽചുറ്റുവടികൾ വെള്ളി കൊണ്ടുമായിരിക്കണം. നോക്കുക, ഈ തെക്ക് ഭാഗത്തുള്ള ഭാഗത്ത് 20 തൂണ് വേണം. ആ തൂണിന് 20 താമ്ര ചൂട് വേണം. അതിന് മുകളിൽ 20 വെള്ളി ക്രൗണും വേണം, ക്യാപിറ്റൽ. ദൈവം ഓരോന്നും പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഓരോന്നിൻ്റെ ആശയം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ തെക്ക് ഭാഗത്ത് നമ്മൾ ഓർത്തു 100 മുഴം നീളത്തിൽ തിരശ്ശീല വേണം. ആ തിരശ്ശീല നിവർത്തി നിൽപ്പാൻ നമ്മളിവിടെ വായിച്ചതുപോലെ 20 തൂണ്, അതിൻ്റെ ചുവട്ടിൽ ബ്രാസ് ചുവടുകൾ, അതിൻ്റെ മുകളിൽ സിൽവർ ക്രൗൺ. ഇനിയും 11 വാക്യം, അങ്ങനെ തന്നെ തെക്കേ ഭാഗത്തും വേണം. അതിൻ്റെ തെക്ക് ഭാഗത്തും നോർത്ത് സൈഡിലും അതുപോലെ തന്നെ വേണം. 100 മുഴം നീളം, അവിടെ 20 തൂണുകൾ. ആ 20 തൂണിന് 20 താമ്രച്ചൂട്, 20 ക്രൗണ്, വെള്ളി കൊണ്ടുള്ള ക്രൗണും വേണം. ഇനിയും അതിൻ്റെ 12 വാക്യം, പടിഞ്ഞാറ് വെസ്റ്റ് സൈഡ്, പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് സൈഡ്, അവിടെ വായിക്കുന്നു 12 വാക്യം, പടിഞ്ഞാറ് ഭാഗത്തെ പ്രാകാരത്തിന് 50 മുഴം നീളവും മറശ്ശീലയ്ക്ക് അതിന് 10 തൂണും അവയ്ക്ക് 10 ചൂടും വേണം. ഇവിടെ വെസ്റ്റ് സൈഡ് പടിഞ്ഞാറ് ഭാഗത്ത് 50 മുഴം, ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. 50 മുഴം നീളം, അതിന് 10 തൂണുകളാണ്, 10 ചൂടും 10 ക്രൗണും. ഇനിയും അടുത്തായിട്ട് ശ്രദ്ധിക്കാം 13 വാക്യം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 13 വാക്യം, കിഴക്ക് ഈസ്റ്റ്, ഈ ഭാഗത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. കിഴക്കേ ഭാഗം, കിഴക്കാണ് അതിൻ്റെ വാതിൽ കാണുന്നത്. 13 വാക്യം, കിഴക്കേ ഭാഗത്തെ പ്രാകാരത്തിന് വീതി 50 മുഴമായിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും വേണം. ഒരു ഭാഗത്തേക്ക് 3 തൂണ്, 3 തൂണിന് ഒരു ഭാഗത്തേക്ക് 15 മുഴം, ഇവിടെ 15 മുഴം. ഈ ഭാഗത്തോട്ടും 3 തൂണും 15 ക്യൂബിറ്റ് ലെങ്തുള്ള തുണിയും വേണം. അപ്പോൾ 15 15 30. അങ്ങനെയാണെങ്കിൽ ബാക്കി ശേഷിക്കുന്നത് 20 മുഴമാണ്, 20 ക്യൂബിറ്റ്സ്. 20 ക്യൂബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 35 അടി 40 അടിയുണ്ട്. അതായത് സമാഗമന കൂടാരത്തിൻ്റെ വാതിലിന് ഏതാണ്ട് 35 അടി 40 അടിയോളം ഒരു വാതിലാണ്, ഡോർ. അങ്ങനെ ഒരു ഡോർ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടില്ല. അത്ര വീതി കൂടിയ ഒരു ഡോറാണ് സമാഗമന കൂടാരത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഭാഗം നോക്കാം. അതിൻ്റെ 16 വാക്യം കൂടെ നോക്കിയാട്ടെ. 16 വാക്യം വായിച്ചിട്ട് നമുക്ക് പഠനത്തിലേക്ക് കിടക്കാം. പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ളൊരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചൂടും വേണം. ആ വാക്യത്തിൽ 4 എന്നുള്ള വാക്ക് 4 പ്രാവശ്യം ശ്രദ്ധിക്കാം. 4 നിറമുള്ള നൂല്, 4 തൂണ്, 4 ചൂട്. ഇവിടെ പറയുന്ന ഒരു ഓർഡറുണ്ട്, നമ്മൾ ഓർക്കണം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ദൈവശ്വാസ്യമാണ് ദൈവവചനം. ഇവിടെ ഈ ഓർഡർ പറയുമ്പോൾ തെറ്റിക്കുന്നില്ല ദൈവം. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞിനൂല്, അതിൻ്റെ ഓർഡർ ഏതാണ്ട് പുറപ്പാട് പുസ്തകത്തിൽ 24 പ്രാവശ്യം പറഞ്ഞിട്ടും ആ ഓർഡർ ഒരിക്കൽ പോലും തെറ്റിച്ചിട്ടില്ല. ദൈവം എന്തിനാ ഓർഡർ തെറ്റിക്കാത്തെന്നുള്ളത് ഞാൻ പറയാം. ആ നിറങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്കത് അത്രയും ക്ലാരിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊരുളിലേക്ക് നമുക്ക് കടന്നു പോകാം. നോക്കുക, ദൈവം ആദ്യം അവരോട് ആവശ്യപ്പെട്ടു, തിരുനിവാസത്തിന് പ്രാകാരം ഉണ്ടാക്കണം.
ടാബർനാക്കിളിന്, ദൈവത്തിൻ്റെ വാസസ്ഥലത്തിന് പ്രാകാരമുണ്ടാക്കണം, കോർട്ട് ഉണ്ടാക്കണം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കോർട്ട് എന്തിനെയാണ് കാണിക്കുന്നത് നമുക്കറിയാം. ഈ കോർട്ട് എന്തിനെയാണ് കാണിച്ചത്? ഇറ്റ് ഈസ് എ സെപ്പറേറ്റഡ് പ്ലേസ്. ഈ കോർട്ട് കാണിച്ചത് ദൈവം വസിക്കുന്നിടം വേർതിരിക്കപ്പെട്ടൊരിടമാണ്. വേർ ഗോഡ് ഡ്വെൽസ്, ഇറ്റ് ഈസ് എ സെപ്പറേറ്റഡ് പ്ലേസ് ഫ്രം അറൗണ്ട് ദ വേൾഡ്. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഓർക്കണം, ആ സ്ഥലത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ലേവ്യ പുസ്തകം 6:26 വായിച്ചാൽ, ലേവ്യർ 6:26 ഇങ്ങനെ വായിക്കുന്നുണ്ട്: സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വിശുദ്ധ സ്ഥലം. ഈ പ്രാകാരത്തിന് കൊടുത്ത പേര് വിശുദ്ധ സ്ഥലം. ഈ ചില യാഗങ്ങളൊക്കെ ഭക്ഷിക്കണം, വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. അത് അർപ്പിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് കയറുവാൻ നിവൃത്തിയില്ല. പുരോഹിതൻ മാത്രമേ കയറുകയുള്ളൂ. എന്നാൽ സാമാന്യ ജനം ഈ പ്രാകാരത്തിൽ കടന്നു വരും, അവർക്ക് അവിടെ വെച്ച് ഭക്ഷിക്കാം. ആ സ്ഥലത്തിനൊരു പേര് കൊടുത്തു, ലേവ്യർ 6:26. അത് വിശുദ്ധ സ്ഥലമാണ്. ഇറ്റ്സ് എ ഹോളി പ്ലേസ്. അപ്പോൾ ഒരു സത്യം ഓർക്കുക, ചുറ്റുപാടുകളിൽ നിന്ന് ദൈവത്തിന് വസിക്കാൻ വേണ്ടി വേർതിരിച്ചെടുത്തൊരു വിശുദ്ധ സ്ഥലമാണ് ഈ കോർട്ട് മൂലം ഉണ്ടാക്കിയെടുത്തത്. നോക്കിയേ, ആ കോർട്ട് നോക്കിയേ, ചുറ്റും ആ മോഡൽ നോക്കുക. അതിൻ്റെ തൂണുകൾ 20 തൂണ്, 20 തൂണ്, 10 തൂണ്, 10 തൂണ്. ആ തൂണുകൾ ഇങ്ങനെ ഈ തിരശ്ശീലയെ വലിച്ചു പിടിച്ച് അവിടെ ആ കോർട്ടുണ്ടാക്കി. ഈ കോർട്ട് ഒരു വിശുദ്ധ സ്ഥലമാണെന്ന് ദൈവം പറയുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ നിവാസം, വിശുദ്ധ മന്ദിരമിരിക്കുന്നത്. ഈ കോർട്ട് ശ്രദ്ധിച്ചാൽ ഈ കോർട്ടിൽ 3 ഉപകരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കണ്ടതുപോലെ അവിടെ നോക്കിയാൽ ആദ്യം കാണുന്നത് താമ്രയാഗപീഠം. ഇതിനകത്ത് ആദ്യം കാണുന്നത് താമ്രയാഗപീഠം. രണ്ടാമത് കാണുന്നത് പിത്തളത്തൊട്ടി. രസകരമാണ്, സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടി കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വാക്യങ്ങളൊക്കെ പിന്നെ എടുത്തു തരാം. ദർപ്പണം കൊണ്ടാണ്, മിറർ കൊണ്ട്. എന്തിനാണ് ദൈവം അത് പറഞ്ഞെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. നോക്കുക, മൂന്നാമത്തെ ഒബ്ജക്റ്റാണ് തിരുനിവാസം. അപ്പോൾ ഈ പ്രാകാരത്തിൽ 3 ഒബ്ജക്റ്റാണ്. ഒന്ന് താമ്രയാഗപീഠം, പിത്തളത്തൊട്ടി, തിരുനിവാസം അല്ലെങ്കിൽ ടാബർനാക്കിൾ. നമുക്കിനിയും അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നു പോകാം. എന്നാൽ പ്രാരംഭമായി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പ്രാകാരം കോർട്ട് എന്ന് പറയും, ഇംഗ്ലീഷിൽ കോർട്ട് എന്ന് പറയുന്നു. ഈ കോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെപ്പറേറ്റഡ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ് ഫ്രം ദ വേൾഡ് അറൗണ്ട്. ചുറ്റുപാടുമുള്ള ലോകത്തിൽ നിന്ന് ദൈവത്തിന് വസിപ്പാൻ വേർതിരിച്ചെടുത്ത ഒരു വിശുദ്ധ സ്ഥലമാണ് ഈ കോർട്ട്. എങ്ങനെ വേർതിരിച്ചെടുത്തു എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാൽ സഭ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടം. നോക്കിയ വാക്കത്തിൻ്റെ ആശയം. ഉത്തമഗീതം 4:12 വായിക്കുന്നുണ്ട്: എൻ്റെ കാന്ത കെട്ടി അടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ്, എ ഗാർഡൻ എൻക്ലോസ്ഡ്. ഉത്തമഗീതം 4:12, എ ഗാർഡൻ എൻക്ലോസ്ഡ് ഈസ് മൈ സ്പൗസ്, മൈ സിസ്റ്റർ. എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്, വേർതിരിക്കപ്പെട്ട ഒരു കോട്ടാണ്. അവൾ ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞവരാണ്. വീണ്ടും നമ്മൾ ഓർത്തു നോക്കണം, സാമാന്യ ജനത്തിന് കടന്നു വരാൻ കഴിയുന്നു. രാജാവാണെങ്കിൽ പോലും കടന്നു വരാൻ കഴിയുന്നത് ഈ പ്രാകാരത്തിൽ മാത്രമേ ഉള്ളൂ. സങ്കീർത്തനങ്ങൾ 1-2 വായിക്കാൻ നമുക്ക്. ദാവീദിൻ്റെ ആഗ്രഹം നോക്കുക, 65 സങ്കീർത്തനം, അതിൻ്റെ 4-ാം വാക്യം നോക്കുകയും ആ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇനി നമ്മൾ ഈ വാക്യത്തിൻ്റെ ആശയം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായി വരും. ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനം നമ്മൾ നടത്തുമ്പോൾ അവിടെ ദാവീദിൻ്റെ ആഗ്രഹം നോക്കിയാട്ടെ. സങ്കീർത്തനം 65, 1-2 സങ്കീർത്തന ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. സങ്കീർത്തനം 65-ന്റെ 4-ാമത്തെ വാക്യം ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവിടെ വെളിപ്പെടുത്തുകയാണ്. 65-ന്റെ 4-ാം വാക്യം: നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ മനുഷ്യൻ്റെ ബ്ലെസ്സഡ്നെസ്, ആ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കടന്നു വരാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രതലമാണ് ഈ കോർട്ട് എന്ന് പറയുന്നത്, ഈ പ്രാകാരം എന്ന് പറയുന്നത്. ഇവിടെ വായിക്കുന്നുണ്ട്: നിന്റെ പ്രാകാരത്തിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കോരഹപുത്രന്മാർ പറഞ്ഞു നോക്കിയാട്ടെ. 84-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, 84-ന്റെ 10-ാമത്തെ വാക്യം. അവിടെ എന്താ കോരഹപുത്രന്മാർ പറയുന്നത്? നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം, ഈ കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്, ഇത് മറ്റ് 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. വീണ്ടും നോക്കിയാട്ടെ, 96-ാം സങ്കീർത്തനം
96 വേഴ്സസ് 8. അനേക സങ്കീർത്തന ഭാഗങ്ങൾ ഈ വിധത്തിൽ നമുക്ക് നോട്ട് ചെയ്യാം. എന്നാൽ അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്. 96 വേഴ്സസ് 8. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവേൻ. തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവേൻ. ആ കോർട്ടിലാണ് മനുഷ്യന് കടന്നു വരാനായിട്ട് സാധിച്ചത്. ദൈവത്തെ കണ്ടുമുട്ടുവാൻ യാഗപീഠത്തിൻ്റെ അടുക്ക് നിരപ്പ് പ്രാപിച്ച് അവിടെ കടന്നു വരുവാനായിട്ട് കഴിയുമായിരുന്നു. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ഇവിടെ ആ വാതില് നമ്മൾ കണ്ടു, 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വാതിൽ. അതിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാകാരത്തിൽ അവിടെ സ്തുതികളോടുകൂടെ വരുവിൻ. ഒരു വാക്യം കൂടെ, 116-ാം സങ്കീർത്തനം, Psalms 116 വേഴ്സസ് 18 and 19. 116-ാം സങ്കീർത്തനം അതിൻ്റെ 18ഉം 19 വാക്യം. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമിലെ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകലജനവും കൺക കഴിക്കും. 18-ാമത്തെ യഹോവയ്ക്ക് അവൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ. ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കുക, രാജാവായാലും കൊതിച്ചു ആ പ്രാകാരത്തിൽ കടന്നു ചെല്ലുവാൻ. ദൈവത്തിൻ്റെ നിവാസമായിരുന്നു. നമ്മൾ ഇനിയും ആലോചിച്ച് നോക്കിയേ, ഈ ദേവാലയത്തിന് പുറത്തുള്ളൊരു മനുഷ്യൻ, ഈ പ്രാകാരത്തിന് പുറത്തുള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു മനുഷ്യന് അവന് എന്തോ കാണാൻ കഴിയും? നോക്കുക, ഇത് 7.5 അടി തൊട്ട് 9 അടി വരെ കിളറുമുണ്ടായിരുന്നു ഇതിന്. നമുക്കത് പിന്നെ നോക്കാം. അതിൽ കടന്നു പോകുന്നവർക്കൊന്നും എത്തി നോക്കാൻ കഴിയില്ല. ആ പ്രാകാരത്തിൽ എന്താ നടക്കുന്നതെന്ന് എത്തി നോക്കാൻ കഴിയില്ല. About 7.5 to 9 feet ഹൈറ്റ്. അവർക്ക് ആകെ കാണാൻ കഴിയുന്നത് എന്താ? ഒരു പക്ഷെങ്കിൽ ഈ സിൽവർ ക്രൗൺ കാണാം. എന്നാൽ ഇവിടെ തകശുതോൽ കൊണ്ട് ഈ കൂടാരം പൊതിഞ്ഞിരിക്കുക. തകശുതോൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വേദപണ്ഡിതന്മാരുടെ ഇടയിലും പല അഭിപ്രായങ്ങളുള്ളതിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട അഭിപ്രായം, ഈജിപ്തിലെ നദിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവി, സീല് പോലുള്ള എന്തെങ്കിലും ഒരു ജീവിയായിരിക്കും. അതിൻ്റെ തോലാണ് തകശുതോൽ. ഇസ്രായേൽ മക്കൾ തകശുതോൽ ഉപയോഗിച്ചത് ചെരുപ്പുണ്ടാക്കാനാണ്. ആ തകശുതോൽ ദൈവം തൻ്റെ ആലയത്തിന് വേണ്ടി തരുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ സ്വമേധയായി കൊണ്ട് കൊടുത്തു. ആ തകശുതോൽ ചെരുപ്പിന് ഉണ്ടാക്കേണ്ട ആ തകശുതോൽ അവർ കൊടുത്തു. പക്ഷെങ്കിൽ ദൈവം എന്ത് ചെയ്തു? അവരുടെ കാലിലെ ചെരുപ്പ് 40 വർഷം തയ്യാതെ സൂക്ഷിച്ചു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തകശുതോലിൻ്റെ നിറം ഗ്രേയിഷ് ബ്ലാക്ക് ആണ്. ഗ്രേയിഷ് ബ്ലാക്ക്. ഇറ്റ് ഈസ് നോട്ട് അട്രാക്റ്റീവ്. അതിന് വലിയ ആകർഷകമൊന്നുമില്ല. പുറത്തുകൂടെ നടന്നു പോകുന്നൊരു മനുഷ്യനെ നോക്കിയാൽ 7.5-9 അടി കളറുമുള്ള പ്രാകാരത്തിൻ്റെ പുറത്ത് നിന്ന് അവൻ ഒന്നും കാണാൻ സാധിക്കില്ല. മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു വലിയ കൂടാരം, ഒരു ഗ്രേയിഷ് ബ്ലാക്ക് കളറുള്ള ഒരു കൂടാരം കാണാം. അവൻ കടന്നുപോയി, ഒരു വലിയ കൂടാരം കണ്ടുപോയി. എന്നാൽ ഇന്ന് രാത്രി ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നവർ നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയ ഒരു പുരോഹിതൻ, നോക്കുക, ഈ വീടിന് വേറൊരു പേര് കൊടുക്കാം, ഇറ്റ് ഈസ് ഹൗസ് ഓഫ് ഗോൾഡ്. കാരണം എന്നാ? ഈ ദൈവം വസിക്കുന്ന ആലയത്തിൽ ഉള്ള സകല ഉപകരണങ്ങളും, ആലയത്തിലുള്ള ഇത് രണ്ടും വെളിയിലാണ്, ബാക്കി ഉപകരണങ്ങൾ 4 ഉപകരണങ്ങൾ നോക്കിയാലും ഇറ്റ് ഈസ് ഐദർ മെയ്ഡ് ഓഫ് ഗോൾഡ് ഓർ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ഗോൾഡ്. ഇനിയും ഈ ദേവാലയം ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിൻ്റെ പലകളുണ്ടല്ലോ, ഈ പലകൾ മുഴുവൻ തങ്കം പൊതിഞ്ഞതാ, അകത്തും പുറത്തും തങ്കം പൊതിഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറുന്ന ഒരു പുരോഹിതൻ ശുശ്രൂഷിച്ചാൽ ചുറ്റും നോക്കിയാൽ തങ്കം അല്ലെങ്കിൽ തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സാധനങ്ങൾ. ഹീസ് സ്റ്റാൻഡിങ് ഇൻ എ ഹൗസ് ഓഫ് ഗോൾഡ്. അവൻ മുകളിലോട്ട് നോക്കിയാൽ അകത്തുള്ള ആ തിരശ്ശീലയിൽ കെരൂബുകളെ നെയ്തിട്ടിരിക്കുകയാണ്. അവൻ ഇതിനകത്ത് ഈ കവറുവിളക്ക് കത്തും. ഇതിനകത്തുള്ള ഏക വെളിച്ചം പുരോഹിതൻ കയറി ചെല്ലുമ്പോൾ അവിടെ 7 കവറുവിളക്കിൽ നിന്നുള്ള വെളിച്ചമാണ്. ഇത് തനി തങ്കമാണ്. ഈ വെട്ടമല്ലാതെ വേറെ ഒരു വെട്ടവും ഈ വിശുദ്ധ സ്ഥലത്തില്ല. ദർ ഇസ് നോ നാച്ചുറൽ ലൈറ്റ്. നമ്മൾ ഇനിയും പ്രാകാരത്തെക്കുറിച്ചും അതിൻ്റെ വാതിലിനെ കുറിച്ചും പഠിക്കാൻ പോവുക. ദ കോർട്ട് ആൻഡ് ദ ഗേറ്റ്. 2 വേദഭാഗം, പുറപ്പാട് ദിവസം 27-ന്റെ 9 തൊട്ട് 19 വരെ, പുറപ്പാട് ദിവസം 38-ന്റെ 9 തൊട്ട് 20 വരെ. 2 വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക. പ്രാകാരത്തെക്കുറിച്ചും ഗേറ്റിനെ കുറിച്ചും പറയുന്ന 2 വേദഭാഗം. പുറപ്പാട് 27-ന്റെ 9 തൊട്ട് 19 വരെ, 38-ന്റെ 9 തൊട്ട് 20 വരെ. ദ കോർട്ട് ആൻഡ് ദ ഗേറ്റ്. കോർട്ട് അല്ലെങ്കിൽ പ്രാകാരം എന്ന് പറയുന്നത് ദീർഘചതുരമാണ്, പെർഫെക്റ്റ് ഒബ്ലിക്. വേണമെങ്കിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 9-ാം വാക്യം നോക്കിയേ, പുറപ്പാട് 27-ന്റെ 9.
തിരുനിവാസത്തിന് പ്രാകാരം ഉണ്ടാക്കണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മരശില വേണം. ഇതാ പ്രാകാരം എന്ന് പറയുന്നത്. പ്രാകാരം തെക്ക് ഭാഗത്ത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് 100 മുഴം നീളത്തിൽ മരശില വേണം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ 100 മുഴമാണ്. പ്രാകാരത്തിൻ്റെ തെക്ക് ഭാഗം ഇവിടെ തൊട്ട് ഇവിടെ വരെ 100 മുഴം, ഏതാണ്ട് 180 അടി വരും. 180 അടി. മുന്നോട്ട് വായിക്കാം. അതിന് 20 തൂണും അവിടെ 20 ചൂടും താമ്രം കൊണ്ട് തൂണുകൾക്ക് കൊളുത്തും മേൽചുറ്റുപടികൾ വെള്ളി കൊണ്ടുമായിരിക്കണം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ തിരശ്ശീല എങ്ങനെയാണ് വിരിക്കാൻ ഒക്കുന്നത്? 20 തൂണുകളുണ്ട്. 1, 2, 3 ഇങ്ങനെ 20 തൂണുകളാണ് ഒരു വശത്ത്, തെക്ക് വശത്ത്. 20 തൂണുകൾക്ക് താമ്രം കൊണ്ടുള്ള ചൂടുണ്ട്. താമ്രം കൊണ്ടുള്ള ചൂട്, ബ്രാസൻ ഫൗണ്ടേഷൻ. അതിന് വെള്ളി കൊണ്ടുള്ള മേൽചുറ്റുപടിയുണ്ട്. അതിൻ്റെ മുകളിൽ ക്രൗൺ പോലെ വെള്ളിയാണ്. അടിയിൽ താമ്രം, മുകളിൽ വെള്ളി. വെള്ളി കൊണ്ട് തൂണുകളും കൊളുത്തും. ഈ വെള്ളി ഇതിന് കൊളുത്തുകളുമുണ്ട്. അങ്ങനെ തന്നെ വടക്ക് ഭാഗത്ത് നമ്മൾ തെക്കാൻ നോക്കി, അങ്ങനെ തന്നെ വടക്ക് ഭാഗത്ത് 100 മുഴം നീളത്തിൽ മരശില വേണം. ഇവിടെ തൊട്ട് ഇവിടെ വരെ 100 മുഴമാണ്. 100 മുഴം മരശില വേണം. അതിന് 20 തൂണുകൾ. ഈ 20 തൂണുകളും അതിന് താമ്രം കൊണ്ടുള്ള ചൂടും മുകളിൽ കൊളുത്ത് വെള്ളി കൊണ്ടുള്ള ക്രൗണും കൊളുത്തും ഒക്കെ വേണം, ആയിരിക്കണം. ഇനി പടിഞ്ഞാറ് ഭാഗത്ത്, ഈ ഭാഗം പടിഞ്ഞാറ് പ്രാകാരത്തിന് വീതിക്ക് 50 മുഴം നീളത്തിൽ മരശിലയും അതിന് 10 തൂണുകൾ വേണം. ഇവിടെ വേണ്ടിയത് 10 തൂണാണ്. ഇതിന് 50 മുഴം 50 ക്യൂബിറ്റ്സ് നീളത്തിലാണ് ഇതിൻ്റെ തിരശ്ശീല. 10 തൂണുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ഓർത്തു അതിൻ്റെ വടക്കും തെക്കും 20 തൂണുകൾ, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 10 തൂണുകൾ. ആ തിരശ്ശീലയുടെ നീളം 50 മുഴം അല്ലെങ്കിൽ ഏതാണ്ട് 90 അടി. ഇനി നോക്കാം കിഴക്കേ ഭാഗം. അവിടെയാണ് പ്രാധാന്യത. കിഴക്ക് ഭാഗത്തും പ്രാകാരത്തിന് വീതി 50 മുഴമാണ്. ഇതേ വീതിയാണ് അവിടെയും. അതിനും 50 മുഴം നീളമാണ്. ഒരു ഭാഗത്ത് 15 മുഴം നീളമുള്ള മരശീല. ഇതിന് 15 മുഴമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടെ വരെ 15 മുഴം നീളം മരശീലയും അതിന് 3 തൂണുകളും. അതിൻ്റെ 3 തൂണുകളും അവയ്ക്ക് 3 ചുവടും. അതിന് 3 ചുവടും. മറ്റേ ഭാഗത്ത് 15 മുഴം നീളവും മരശീലയും അതിന് 3 തൂണുകളും അവയ്ക്ക് 3 ചുവടും വേണം. ഇവിടെയും അതുപോലെ തന്നെ 15 മുഴം നീളം. പ്രാകാരത്തിന് 16 വാക്യം നോക്കിയാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവകൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. ചിത്രത്തയ്യലായിട്ട് ഇതിന് 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിച്ച് 4 തൂണും അതിന് 4 ചൂടും ഉണ്ടായിരിക്കണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകളും വെള്ളി കൊണ്ട് മേൽചുറ്റുപടി വേണം. ഇതിൻ്റെ എല്ലാം മുകളിൽ വെള്ളി കൊണ്ടുള്ള ചുറ്റും, അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടുള്ളതും അവയുടെ ചുവർ താമ്രം കൊണ്ടുള്ളതായിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഉയരം 5 മുഴമാണ്. 5 മുഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7.5 അടി തൊട്ട് 9 അടി വരെ കാണും. 7.5 അടി എന്ന് പിടിച്ചു. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ചൂടും താമ്രം കൊണ്ടുമായിരിക്കണം. തിരുനിവാസത്തിന് സകല ശുശ്രൂഷയ്ക്കും ഉപകരണങ്ങൾക്കും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരങ്ങളും എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. ഇതിൻ്റെ കുറ്റികൾ വേണം. ഈ തൂണുകൾ നേരെ നിൽക്കത്തില്ല. ഈ തൂണുകൾ ഇവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. കുറ്റികളടിച്ച് ആ കുറ്റികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. ദൈവം ആവശ്യപ്പെട്ടു പ്രാകാരമുണ്ടാക്കാൻ. ഇതാണ് പ്രാകാരം എന്ന് പറയുന്നത്. ഈ പ്രാകാരത്തിനകത്താണ് സമാഗമന കൂടാരം. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിന്റെ പ്രാകാരത്തിൽ 84 സങ്കീർത്തനം 10 വാക്യം, നിന്റെ പ്രാകാരത്തിൽ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ പ്രാകാരത്തിൽ പാർക്കുന്ന ഒരു ദിവസം 1000 സംവത്സരത്തെക്കാട്ടിലും ഉത്തമം എന്നുള്ളത് വായിക്കുന്നുണ്ട്. അപ്പം ദൈവം വസിക്കുന്ന ഒരു പ്രതലമാണ് ഈ പ്രാകാരം. ഈ പ്രാകാരം തിരശ്ശീലകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ,
നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാം, വെള്ളി കൊണ്ടുള്ള ദണ്ടുകൾ കൊണ്ട് ഇവ ഘടിപ്പിച്ചിരിക്കുക. ഓരോ തൂണും കൊളുത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളി കൊണ്ടുള്ള റോഡുകൾ, വെള്ളി ചുരുട്ടിയ പൊതിഞ്ഞ റോഡുകൾ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതിൽ നിന്നാണ് തിരശ്ശീല തൂക്കിയിടുന്നത്. ഈ തൂണുകൾ അനങ്ങാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും താമ്രം കൊണ്ടുള്ള ആണികൾ അടിച്ചിട്ട് വലിച്ച് 2 ചരട് കൊണ്ട് കെട്ടിയിരിക്കുക. അപ്പോൾ ഈ ഓരോ ചുവടുകളും ഓരോ തൂണുകളും ചലിക്കത്തില്ല, വളരെ ബലമായിട്ട് നിൽക്കും. അതിൻ്റെ താമ്ര ചുവടുകൾ മരുഭൂമിയിലെ മണ്ണിലോട്ട് കുഴിച്ചിട്ടിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മണ്ണ് അനങ്ങിയാലും കാറ്റടിച്ചാലും ഒന്നും അതിന് അനക്കമില്ല. ഇതെല്ലാം വെള്ള നിറമുള്ള ഫൈൻ ലിനൻ കൊണ്ടാണ് പൊതിയപ്പെട്ടിരിക്കുന്ന തിരശ്ശീല. ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ചിനൂൽ കൊണ്ടുള്ള വാതിൽ. ഇതിൻ്റെ വീതി ഇവിടെ പറയുകയുണ്ടായി 20 മുഴം. ഇതിൻ്റെ വാതിലിന് 20 മുഴം നീളമുണ്ട്. 20 മുഴം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35 അടിയുണ്ട്. 35 അടിയുള്ള ഏതെങ്കിലും വാതിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ വാതിൽ വളരെ വിശാലമായ വാതിലാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും പ്രവേശിപ്പാൻ കഴിയുന്ന 35 അടി 20 മുഴം നീളമുണ്ട് ഇതിൻ്റെ ഗേറ്റിന്. അത് 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ആത്മീയ അർത്ഥം നോക്കാം. ഏതാണ്ട് അതിൻ്റെ പ്രാകാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. ദൈവം പ്രാകാരം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിന് വസിപ്പാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം പ്രാകാരമായിട്ട് വേർതിരിക്കുകയാണ്, കോട്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം വസിക്കുന്ന ഇടം വേർതിരിക്കപ്പെട്ട ഒരിടമാണ്, സെപ്പറേറ്റഡ് പ്ലേസ്, ഒരു വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലം ദൈവത്തിൻ്റെ നിവാസമാണ്, അത് വിശുദ്ധ ഭൂമിയാണ്. നമ്മൾ സഭയെക്കുറിച്ച് വായിക്കുമ്പോഴും സഭ എന്ന വാക്കിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണ്. ഉത്തമഗീതം 4:12 നമ്മൾ വായിക്കുന്നു, എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. കെട്ടിയടയ്ക്കപ്പെട്ട, ഇവിടെ നോക്കുക, വാസ്തവത്തിൽ ഒരു തിരശ്ശീല കൊണ്ട് വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലം. അപ്പോൾ ദൈവം വസിക്കുന്നത് എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? വേർതിരിക്കപ്പെട്ടവരുടെ മധ്യത്തിലാണ്. നമ്മളത് നേരത്തെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ മറ്റൊരു സത്യം നമ്മൾ ഓർക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ വസിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. 84 സങ്കീർത്തനം 10 വാക്യം. ആ 84 സങ്കീർത്തനം 10 വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 84 10 വാക്യം. എൻ്റെ പ്രാകാരം കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാൻ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാവക്കനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. നിൻ്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം, ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. നോക്കുക, ഇതിൻ്റെ പുറത്തുള്ളൊരു മനുഷ്യനെ കുറിച്ച് ഓർത്ത് വയ്ക്കുകയും, ഈ പ്രാകാരത്തിന് പുറത്തുള്ളൊരു മനുഷ്യൻ, ഈ പ്രാകാരവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യന് വെളിച്ചമില്ലേ? ആ മനുഷ്യന് ദൈവമായിട്ട് ബന്ധമില്ലേ? ദൈവത്തോടുള്ള ബന്ധത്തിൽ കഴിയുന്ന മനുഷ്യൻ്റെ ഭാഗ്യമാണ് ദാവീദ് അവിടെ ഓർപ്പിച്ചത്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഇവിടെ അടുത്ത് വരാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. ഈ ലിനൻ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, വൈറ്റ് കളറാണ്, 4 പുറത്തും വൈറ്റ് കളറാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ ഓർത്തു, ലേവിയുടെ 3 മക്കളെ 3 ഭാഗത്ത് താമസിപ്പിച്ചിരിക്കുക. കാരണം എന്താ? ആളുകൾ അടുത്ത് വരാതിരിപ്പാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ വരാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ അടുക്കൽ അടുത്ത് വരുന്നവന് മരിക്കണം എന്നുള്ള പ്രമാണം സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാം വാക്യം നോക്കുക. 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷ നടത്താൻ നിയമിച്ചിരിക്കുന്നു. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. 38-ാമത്തെ വാക്യം, എന്നാൽ തിരുനിവാസൻ്റെ മുൻവശത്ത് കിഴക്ക് സമാനകൂടാത്ത മുൻവശത്ത് സൂര്യോദയത്തിൻ്റെ നേരെ മോശയും അഹരോനും അവൻ്റെ പുത്രന്മാരും പാളയമിറങ്ങണം. ഇസ്രായേൽ മക്കളുടെ കാര്യം, വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അന്യർ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബമായി എണ്ണിയ ലേവ്യരും 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളൊക്കെയും 20,000 പേർ. നോക്കുക, ഇവിടെ അടുത്തു വരാൻ ദൈവം അനുവദിച്ചില്ല. മോശയും അഹരോനും മുന്നിൽ പാർക്കുന്നവരുടെ കുടുംബം, ലേവിയുടെ 3 മക്കൾ 3 വശത്ത് പാർക്കുന്നു. അന്യൻ അടുത്തു വരാൻ കഴിയില്ല. മാത്രമല്ല, ഒരന്യൻ അടുത്തു വരുമ്പോൾ, പുറത്തുനിന്ന് അടുത്തു വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രാകാരത്തെ ആദ്യം കാണുമ്പോൾ ആദ്യം അവൻ്റെ കണ്ണിൽ പെടുന്നത് വളരെ ഉയരമുള്ള ഒരു തിരശ്ശീലയാണ്. നമ്മൾ ഓർത്തു, ഏതാണ്ട് 7.5 അടി കളരമുണ്ട് അവന്. മാത്രമല്ല, ഈ വെള്ള നിറം ദൈവത്തിൻ്റെ നീതിയെയും വിശുദ്ധിയെയും കാണിക്കുന്നു. പ്യൂരിറ്റി ആൻഡ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ഏത് ഭാഗത്ത് നിന്ന് അടുത്തു വന്നാലും ദൈവനിവാസത്തോടുള്ള ബന്ധത്തിൽ ആദ്യ മനുഷ്യനെ പഠിപ്പിക്കുന്നത്
പ്യൂരിറ്റി ആൻഡ് റൈച്ചസ്നെസ്, വെള്ള നിറം, ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ദൈവത്തിൻ്റെ നീതിയെയും അത് ചോദിക്കുന്നു. അത് ദൈവം ശക്തമായി ചോദിക്കുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ വാക്കുകളിലും പ്രവൃത്തിയിലൂടെ ആ ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വമൊക്കെ നമുക്ക് വെളിപ്പെടുത്തി. അവൻ വിശുദ്ധനാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകുവിൻ. അപ്പോൾ ദൈവത്തോട് അടുക്കുന്ന മനുഷ്യന് ആ വിശുദ്ധിയും നീതീകരണവും ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ പ്രത്യേകം നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാകാരം ഇറ്റ് ഈസ് എ സെപ്പറേറ്റഡ് പ്ലേസ്, വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. സഭ വേർതിരിക്കപ്പെട്ടവരാണ്. ആ വേർപിരിവെന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്. ലോകത്തിൽ നിന്നുള്ള വേർപാട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ നിന്ന് തനിക്ക് വേണ്ടി ദൈവം വേർതിരിച്ച് നമ്മളെ കൊണ്ടുവന്നതിൻ്റെ മഹത്വപൂർണ്ണമായ ചിത്രം. നമ്മൾ ഓർത്തുകിരാൻ 7.5 അടി ഉയരമുണ്ട്. 7.5 അടി തൊട്ട് ഏതാണ്ട് 9 വരെ ഉണ്ടെന്ന് കണക്കാക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ചുവടുമെല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ മനുഷ്യനതിൻ്റെ മുകളിലുള്ള ക്രൗണും ആ വെള്ള നിറവും മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. എന്നാൽ മറ്റൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ഭാഗത്തൂടെ വരുന്നവർക്കൊന്നും പ്രവേശിപ്പാനൊരു വാതിലില്ല. ഇതിലെ നടന്ന് എതിലെ നോക്കിയാലും പ്രവേശിപ്പാൻ വാതിലില്ല, വെള്ള നിറം മാത്രം. എന്നാൽ മുന്നിൽ വരുമ്പോൾ പ്രവേശിപ്പാനായിട്ടുള്ള ഒരു വാതിൽ കാണുന്നു. നമ്മൾ ഓർത്തു, അത് ഏതാണ്ട് 35 അടി വീതിയുണ്ട്. അതിലെ പ്രവേശിപ്പാനായിട്ട് സാധിക്കുന്നു. ഈ വെള്ള നിറം ദൈവം ആവശ്യപ്പെടുന്ന നീതിയെ കാണിക്കുകയാണ്, വിശുദ്ധിയെ കാണിക്കുകയാണ്. ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ശിശുപാലകനാണ്. ഒരു ശിശുപാലകൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങനെ സൂക്ഷിക്കുന്ന, വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടിരുന്നു, ആ കുഞ്ഞിനെ പ്രായപൂർത്തിയാകുന്നത് വരെ സൂക്ഷിക്കുന്ന ഒരു അടിമയുടെ ജോലിയാണ് ശിശുപാലകൻ. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ശിശുപാലകൻ. അപ്പം ന്യായപ്രമാണം വാസ്തവത്തിൽ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. കാരണം ന്യായപ്രമാണം മൂലം നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു, നമ്മുടെ അശുദ്ധി മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ അടുത്തു വരാനായിട്ട് നിവൃത്തിയില്ലെന്നുള്ളത് അതുമൂലം നമ്മളെ മനസ്സിലാക്കി തരുന്നു. അങ്ങനെ ന്യായപ്രമാണം നമ്മളെ ഒരു ശിശുപാലകനായി, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ശിശുപാലകനായി ഭവിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ചുറ്റുമുള്ള വെള്ള നിറം ഒരു സത്യം നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇതെതിനെ നോക്കിയാലും നമ്മുടെ അശുദ്ധിയും നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതയും കണ്ടിട്ട് നമുക്ക് ഏക വാതിൽ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെയാണ് ഈ 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ വാതിൽ, 4 തൂണുകളിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ നിറമുള്ള ഈ ഒരു ഗേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. നമ്മൾ ആ 4 നിറമുള്ള തൂണുകളെക്കുറിച്ചും 4 നിറമുള്ള നൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ വാതിലിനെക്കുറിച്ചും മനോഹരമായ പഠനം നമുക്ക് നടത്താനായിട്ട് സാധിക്കും. എന്തിനാണ് 4 സുവിശേഷം? 5 സുവിശേഷം എഴുതി കൂടായിരുന്നു? 4 സുവിശേഷം എന്തിനാണ്? 4 സുവിശേഷം ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ 4 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അത് രേഖപ്പെടുത്തുകയാണ്. 4 പലസ്തീനിൽ അന്നുണ്ടായിരുന്ന ഏതാണ്ട് 4 കൂട്ടം ആളുകൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്തമായ മഹത്വം 4 സുവിശേഷന്മാർ വരച്ച് കാണിക്കുന്നു. 4 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തിൽ അവനെ ഒരു രാജാവായി, കിങ് ഓഫ് ഇസ്രയേൽ, ധൂമ്രവസ്ത്രം ധരിച്ച് പർപ്പിൾ ഡ്രസ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ എന്നുള്ള ചോദ്യത്തിൽ ആരംഭിക്കുന്ന സുവിശേഷം. യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ, ഇസ്രയേലിന് വേണ്ടി എഴുതിയ, അവരുടെ മഷിയാണെന്ന് രേഖപ്പെടുത്തുവാൻ, തെളിയിക്കുവാനായിട്ട് രേഖപ്പെടുത്തിയ ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ധൂമ്രവസ്ത്രം, ധൂമ്രനിറം. മർക്കോസിൻ്റെ സുവിശേഷം റോമാക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ ദാസന്മാർ പെർഫെക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് സെർവൻ, സമ്പൂർണ്ണ ദാസൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കഷ്ടപ്പെടുന്ന ഒരു ദാസനായി, പൂർണ്ണ ഒരു ദാസനായി അവനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അത് റോമാക്കാർക്ക് വേണ്ടി രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം, ഗ്രീക്ക് സംസ്കാരം നമ്മൾ പഠിച്ചാൽ ഗ്രീക്കുകാർ എപ്പോഴും ആഗ്രഹിച്ചത് മനുഷ്യൻ്റെ സൗന്ദര്യവും മനുഷ്യൻ്റെ കഴിവുകളെയും അവന് പുകഴ്ത്തിയപ്പോൾ മനുഷ്യൻ്റെ ഒരു പെർഫെക്റ്റ് മനുഷ്യനെ, ഒരു പൂർണ്ണ മനുഷ്യനെയാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം യവനന്മാർക്ക്, ഗ്രീക്കുകാർക്ക് വേണ്ടി രേഖപ്പെടുത്തിയതാണ്. എന്നാൽ നീല നിറമുള്ള ആ നൂലുകൾ സ്വർഗത്തിൻ്റെ നിഴലാണ്.
യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളത് ദൈവസഭയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ നോക്കുക, 4 സുവിശേഷം രേഖപ്പെടുത്തി. 4 തൂണുകളിൽ 4 നിറമുള്ള നൂലുകളിൽ നിർമ്മിക്കപ്പെട്ട ഏക ഗേറ്റ്. നമ്മൾ ഓർത്തു, മത്തായിയുടെ സുവിശേഷം ഇസ്രായേലിന് വേണ്ടി രേഖപ്പെടുത്തി യഹൂദന്മാരുടെ മശിഹയാണ്. മർക്കോസിന്റെ സുവിശേഷം ഒരു പൂർണ്ണദാസനെ അന്വേഷിച്ച റോമാക്കാർക്ക് അവനെ പൂർണ്ണദാസനായി രേഖപ്പെടുത്തി. എന്നാൽ യവനന്മാർ സൗന്ദര്യത്തിലും കഴിവുകളിലും പുകഴുമ്പോൾ, മനുഷ്യൻ്റെ കഴിവുകളിലും സൗന്ദര്യത്തിലും പുകഴുമ്പോൾ, ഒരു പെർഫെക്റ്റ് മാൻ, ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്തു. അതുപോലെ നീലനിറം സ്വർഗീയൻ്റെ നിഴലാണ്. ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിനെ സ്വർഗീയനായി, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവമാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അങ്ങനെ നാം വിശ്വാസത്താൽ നീതിയിരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അത് തന്നെ, ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം ശിശുപാലകനാണ്, എ ചൈൽഡ് മാസ്റ്റർ. നമ്മൾ ഓർത്തതുപോലെ ന്യായപ്രമാണം നമ്മുടെ വിശുദ്ധിയെ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയെ, നീതിയെ കാണിച്ചു. ഈ പ്രാകാരം മുഴുവൻ വെള്ള നിറമുള്ള ലിനൻ തുണി കൊണ്ട് വലിച്ച് കെട്ടപ്പെട്ടിരിക്കുക. ഈ വെള്ള നിറം ദൈവത്തിൻ്റെ വിശുദ്ധിയെ, നീതിയെയും കാണിച്ചു. ഇവിടെ ഒന്നും മനുഷ്യന് അടുക്കുവാൻ കഴിയുന്നില്ല. അവന് ദൈവത്തോട് അടുക്കണമെങ്കിൽ അടുക്കുവാനുള്ള ഏക മാർഗം ഈ 4 നിറമുള്ള നൂലിലൂടെ നെയ്തെടുത്ത ആ തിരശ്ശീല മാത്രം. അത് വലിച്ചു പിടിച്ചിരിക്കുന്നത് 4 തൂണുകളിലാണ്. 4 സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു ഇസ്രായേലിൻ്റെ വാഗ്ദത്ത മശിഹയെന്നും, യേശുക്രിസ്തു റോമക്കാരന്വേഷിച്ച പെർഫെക്റ്റ് പൂർണ്ണദാസനാണെന്നും, യേശുക്രിസ്തു ഗ്രീക്കുകാരന്വേഷിച്ച പൂർണ്ണ മനുഷ്യനാണെന്നും, അവനെ ആരാധിച്ച ദൈവജനത്തിന് അവൻ ദൈവമാണെന്നുള്ളതും യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയും വെളിപ്പെടുത്തി. 4 നിറമുള്ള നൂലുകളിൽ നിർമ്മിക്കപ്പെട്ട വാതിലൂടെ അല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് നിവൃത്തിയില്ല. ആ വാതിലൂടെ മാത്രമേ അവർക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ തൂണുകൾ വലിച്ചു നിർത്തിയത് എന്തിനാണെന്ന് നോക്കിയാട്ടെ. 27-ാം അധ്യായം, 27-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നോക്കി. 27-ന്റെ 19-ാം വാക്യം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും ഊരണമൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും, പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് കുറ്റികളുണ്ട്, കുറ്റികൾ. 38-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നോക്കി. 38-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. തിരുനിവാസത്തിന് പ്രാകാരത്തിന് 4 പുറമുള്ള കുറ്റികളൊക്കെയും താമ്രമായിരിക്കണം. പിൻസ്, കുറ്റികൾ, പിൻസ് ഓഫ് ദ ടാബർനാക്കിൾ, കുറ്റികളാണ്. ഈ കുറ്റികളില്ലാതെ ഈ തൂണുകളെ മാറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൊണ്ട് അടിച്ച് മാറുന്ന മരുഭൂമിയിലെ മണ്ണിൽ ഈ കുറ്റികളെ നേരെ നിർത്താനായിട്ട് സാധിക്കില്ല. ഈ കുറ്റികളാണ് അവ നൂലുകൊണ്ട് അല്ലെങ്കിൽ ചരടുകൾ കൊണ്ട് വലിച്ച് കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ തൂണുകളെ നോക്കിയാൽ, ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് ഒരു കുറ്റി ഇവിടെ അടിച്ചിട്ട് അങ്ങോട്ടും, ഇവിടെ ഒരു കുറ്റി അടിച്ച് ഇങ്ങോട്ടും 2 ചരടുകൾ കൊണ്ട് ഇങ്ങനെ വലിച്ച് കുറ്റിയോട് ബന്ധപ്പെട്ടിരിക്കിയാൽ ആ തൂണുകളെ ചുവടിൽ ചലിക്കാതെ നിൽക്കും. ആ തൂണുകൾ അങ്ങനെ ചലിക്കാതെ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറ്റികൾ ദൈവം നൽകിയത്. എന്താണ് ഈ കുറ്റികൾ? ബൈബിളിൽ ശ്രദ്ധിച്ചാൽ ഈ കുറ്റികളെക്കുറിച്ച് കാണാൻ സാധിക്കും. സഖറിയ പ്രവചനം 10-ാം അധ്യായം എടുക്കാം. സഖറിയ പ്രവചനം 10-ാം അധ്യായം. സഖറിയ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അവൻ്റെ പക്കൽ നിന്ന് മൂലക്കല്ലും, അവൻ്റെ പക്കൽ നിന്ന് ആണിയും, അവൻ്റെ പക്കൽ നിന്ന് പടവില്ലും, അവൻ്റെ പക്കൽ നിന്ന് ഏത് അധിപതിയും വരും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഔട്ട് ഓഫ് ഹിം ജൂഡ. അവിടെ പറയുന്നുണ്ട്, ആണി എന്ന് പറയുന്നുണ്ട്, എ നെയിൽ. എന്തിനാ ആണി? ആണികൾ പലതും തൂക്കിയിടാനായിട്ടാണ്, ഉറപ്പിച്ചു വെക്കാനാണ് ആണികൾ. നമ്മൾ നോക്കുക, മനുഷ്യനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ഒക്കെ ഉറപ്പിച്ച് തരുന്നത് ഈ ആണികളാണ്. ആണി കർത്താവായ യേശുക്രിസ്തുവാണ്. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം എടുക്കാം. വീണ്ടും നമുക്ക് ആണിയെക്കുറിച്ച് അവിടെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 22-ാമത്തെ അധ്യായം. യെശയ്യാ 22-ന്റെ 20 തൊട്ട് 25 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 22-ന്റെ
20 തൊട്ട് 25 വരെയുള്ള വാക്യം. അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിൻ്റെ മകനായ എൻ്റെ ദാസനായ ഏലിയാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിൻ്റെ അങ്കി ധരിപ്പിക്കും. നിൻ്റെ കച്ച കൊണ്ടവനെ അരകെട്ടും. നിൻ്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. അടുത്ത വാക്യം നോക്കിയേ. ഉറപ്പുള്ള സ്ഥലത്തൊരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവൻ്റെ മേൽ അവൻ്റെ പിതൃഭവനത്തിൻ്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലത്തെയും ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അത് മുറിഞ്ഞു വീഴുകയും അതിന്മേൽ ഭാരം തകർന്നു പോവുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തത്. ഇവിടെ 2 ആണികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് നോക്കുക. 15 തൊട്ട് 19 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചാൽ, സൈന്യങ്ങൾ യഹോവയുടെ കർത്താവ് ഇപ്രകാരം വിളിച്ചെന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനായ ശെബ്നയോട് പറയേണ്ടത്, നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്കിവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ടാകുന്നു? ആ ഭാഗം ശ്രദ്ധിക്കുക. ശെബ്ന ഹിസ്കിയ രാജാവിൻ്റെ ഭണ്ഡാര വിചാരകനാണ്. അവൻ്റെ കൊട്ടാരത്തിൻ്റെ അധിപനാണ്. അവൻ ചെയ്ത പാപം ഇവിടെ കാണുന്നു. എന്താ അവൻ ചെയ്ത പാപം? അവൻ തനിക്കൊരു കല്ലറ വെട്ടുകയാണ്. അവന് മരിക്കുമ്പോൾ അവന് മഹത്വമുണ്ടാകുവാനായിട്ട് കല്ലറ കെട്ടുകയാണ്. ദൈവം അവനോട് ചോദിച്ചു, നിനക്കിവിടെ ആരുള്ളൂ? നീ എന്താകുന്നു ചെയ്യുന്നത്? വാട്ട് ഹാസ് ദൗ ഹിയർ? വാട്ട് ഹാസ് ദൗ ഹിയർ? 2 പ്രാവശ്യം വാട്ട് ഹാസ് ദൗ ഹിയർ? നിനക്കിവിടെ എന്താണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് കല്ലറകളൊക്കെ കെട്ടുന്നത്. ലോകത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ പിരമിഡ് എന്താ? പിരമിഡ് ഒരു കല്ലറയാണ്. താജ്മഹൽ എന്തുവാ? ഒരു കല്ലറയാണ്. ലോകത്തിൻ്റെ അത്ഭുതമായ മൗസോലിനിയം അത് ഒരു കല്ലറയാണ്. മനുഷ്യൻ്റെ മഹത്വത്തിന് കല്ലറകൾ കെട്ടുന്നു. നോക്കുക, ഹിസ്കിയാവിൻ്റെ ഭണ്ഡാര വിചാരകനായ രാജധാനി വിചാരകനായ അധിപതിയായ ശെബ്നയോട് ദൈവം ചോദിക്കുകയാണ്. അത് തുടങ്ങിയപ്പോൾ നീ എന്തിനാണിത് ചെയ്യുന്നതെന്ന് ദൈവം ചോദിക്കുകയാണ്. അതിൻ്റെ ശേഷം 17-ാമത്തെ വാക്യം തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. അവൻ നിന്നെ ഒരു പന്ത് പോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും. നിന്റെ യജമാൻ്റെ ഗൃഹത്തെയും ലജ്ജയായുള്ളവയെ അവിടെ നീ മരിക്കും. നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും. ഞാൻ നിന്നെ നിന്റെ ഉദ്യാഗത്തിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ സ്ഥലത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. അന്നാളിൽ ഞാൻ ഹിസ്കിയാവിൻ്റെ മകനായ എൻ്റെ ദാസനായ ഏലിയാക്കീമിനെ വിളിക്കും. ദൈവം പറയുക, ഏലിയാക്കീമിനെ വിളിക്കും. ഈ ഏലിയാക്ക് ഹിൽക്കിയാവിൻ്റെ മകനാണ്. ആരാണിത്? ശെബ്നയ്ക്ക് പകരം ദൈവം എടുക്കുക. ഏലിയാക്കീം എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം സ്ഥാപിക്കും. ഹിൽക്കിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ അംശമെന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ്, നിഴലാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ഹിൽക്കിയാവ്. അവനെക്കുറിച്ച് എന്താ വായിക്കുന്നത്? അതിൻ്റെ 23-ാം വാക്യം, 22-23, ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ വായിക്കുന്നു, അവർ അവൻ്റെ മേൽ അവൻ്റെ പിതൃഭവനത്തിന് സകല മഹത്വം തൂക്കിയിടും. എന്നാൽ 25-ാം വാക്യത്തിൽ അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണി ഇളകിപ്പോകും. അത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. 25-ാം വാക്യത്തിൽ അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ 23, 24 വാക്യം ഹിൽക്കിയാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ്. യഹോവ അംശമായിരിക്കുന്ന ജനത്തിന് അവൻ മാറ്റമില്ലാത്ത ഒരു ഉറപ്പുള്ള ആണിയായിരിക്കും. 23-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. ഉറപ്പുള്ള, ഷുവർ. അതിൻ്റെ ഷുവർ, ഉറപ്പുള്ള എന്നുള്ള വാക്ക്, ഷുവർ എന്നുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഷ ആമീൻ എന്നുള്ള വാക്കാണ്. ആമീൻ എന്ന വാക്ക്. ഉറപ്പുള്ള എന്നുള്ളത്, ആ വാക്ക് വന്നിരിക്കുന്നത് എബ്രായ ഭാഷയിലെ ആമീൻ എന്ന വാക്കിൽ നിന്നാണ്. നമ്മുടെ കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ, വെളിപ്പാട് ദിവസം 3:14 അവനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 3:14 വാക്യത്തിൽ, 3:14 വാക്യം ഇങ്ങനെ വായിക്കുന്നു, വിശ്വസ്തനും സത്യവാനും സാക്ഷ്യമായി ദൈവസൃഷ്ടിയുടെ ആരംഭമായി ആമീൻ എന്നവൻ അരുളി ചെയ്തു. ആമീൻ, ഷുവർ,
ആണി പോലെ ഉറപ്പുള്ളവൻ. നമ്മൾ 2 കൊരിന്ത്യർ 1:20 വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊന്നാണ്, ഷുവറാണ്. ദൈവം നമ്മളോട് എന്തെല്ലാം വാഗ്ദത്തം ഞങ്ങൾ ചെയ്തു. ഒരു ഉറപ്പുള്ള ആണി പോലെ വിശ്വസ്തയോടെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ഉറപ്പുള്ളൊരാണി പോലെ അവൻ ആമീനായിരിക്കുന്നു, തൻ്റെ ജനത്തിന് ഉറപ്പുള്ള ആണി. എന്നാൽ നമ്മൾ യെശയ്യാവിൽ വായിച്ചു, 22:25 വായിച്ചു, ഇളകിപ്പോകുന്നൊരാണിയെക്കുറിച്ച് വായിച്ചു. യഹൂദൻ ആശയം വെക്കുന്ന അന്തിക്രിസ്തു, അവനിൽ ആശ്രയിക്കുന്നതൊക്കെ ഇളകിപ്പോകുമെന്ന് പ്രത്യേകം വായിക്കുന്നു. കർത്താവിൻ്റെ കെട്ടിടത്തിനും അവൻ്റെ നിവാസത്തിന്, പ്രാകാരത്തിന് ബലം പകർന്നത് ആണികളാണ്. ഇവിടെ പ്രത്യേകം ഓർക്കുക, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഈ മരുഭൂമിയിലെ കാറ്റടിച്ച് മാറുന്ന മൺതരികളുടെ മധ്യത്തിൽ ചലനാത്മകമായി നിൽക്കുവാൻ, നമ്മളെ ഉറപ്പുള്ളവരാക്കി നിർത്തുവാൻ സഹായിക്കുന്നത് ഉറപ്പുള്ള ആണിയായി നിൽക്കുന്ന താമ്ര ആണികളാണ്. ക്രിസ്തുവിലുള്ള നമുക്ക് നൽകപ്പെട്ട വാഗ്ദത്തങ്ങളാണ്. അവൻ വരും, അല്പകാലം കഴിയുമ്പോൾ അവൻ വരും. നമ്മുടെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം അവനിലെ ഉവ് ആമീൻ എന്നാണ്. പ്രതികൂലങ്ങളിൽ, മാറുന്ന സാഹചര്യങ്ങളിൽ, ഒരുപാട് പ്രതികൂലങ്ങളിൽ നമ്മൾ അചഞ്ചലരായി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ ആണികളാണ്. വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നോക്കുക, ഈ പ്രാകാരങ്ങൾക്ക് ദൈവം കൊടുത്തത് അത് മാത്രമല്ല, അതിന് ചരടുകളുണ്ട്, അതിനെ വലിച്ചു കെട്ടുവാൻ ചരടുകളുണ്ട്. ആ കോടുകൾ സങ്കീർത്തനം 118:27 വായിക്കുന്നുണ്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുക. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പശുവിനെ കയറുകൊണ്ട് കെട്ടുവാൻ 118:27 വാക്യത്തിൽ വായിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിനോട് കെട്ടപ്പെട്ടത് ആ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ചരടാണ്. The cords that binds our heart to him securely fasten the tabernacle of God. അവനോടുള്ള നമ്മുടെ സ്നേഹം, അവന് നമ്മോടുള്ള സ്നേഹം വലിച്ചു നിർത്തിയിരിക്കുന്ന 2 ചരട് പോലെ അചഞ്ചലമായ ആ ആണിയിൽ ബന്ധപ്പെട്ട് ഈ തൂണുകളെ നേരെ നിൽക്കുന്നത്. എന്താണ് ഈ തൂണുകൾ? നമ്മൾ ഓർത്തു, ഈ തൂണുകൾ ഇവിടെ അതിൻ്റെ വടക്ക് വശത്ത് 20, തെക്ക് വശത്ത് 20, കിഴക്ക് വശത്ത് 10, പടിഞ്ഞാറ് വശത്ത് 10. അപ്പം 20, 40, 10, 20, 40, 20, 60 തൂണുകളാണ്. ഈ 60 തൂണുകൾക്ക് പ്രാധാന്യതയുണ്ട്. നമ്മൾ ഉത്തമഗീതം 3:7 വായിക്കുമ്പോൾ ശലോമോൻ്റെ പല്ലക്ക് കാക്കുന്ന 60 യുദ്ധസമർത്ഥന്മാർ, അതും 60. ഇതുപോലെ തന്നെ ചുറ്റും നിൽക്കുന്ന ഈ തൂണുകളെ പോലെ ശലോമോൻ്റെ പല്ലക്ക് കാക്കുന്ന 60 യുദ്ധസമർത്ഥന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. സഹോദരന്മാരെ, ഇവിടെ പ്രത്യേകം ഓർക്കുക, ഈ 60 തൂണുകളെന്ന് പറയുന്നത് നമ്മളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരെ നിൽക്കുന്ന, നമ്മൾ ഓർത്തതുപോലെ താമ്രച്ചൂടിൽ വെള്ളി ക്രൗണുമായിട്ട് നേരെ നിൽക്കുന്ന തൂണുകൾ നമ്മളാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ തൂണുകൾ മരമാണ്, കതിരമരമായിരിക്കണം. ആ മരങ്ങൾ മരുഭൂമിയിൽ നിന്ന് വെട്ടിയെടുത്ത് മാറ്റിയതാണ്. തൻ്റെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നമ്മളെ വാസ്തവത്തിൽ ഒന്നോടൊന്ന് ചേർത്ത് ഈ താമ്രച്ചൂട്ടിൽ നിർത്തി നമ്മളെ ബന്ധിപ്പിച്ചപ്പോൾ നമ്മൾ ഒന്നായി ചേർന്നു. നമ്മൾ ഓർത്തതുപോലെ താമ്ര കുറ്റിയിലെ കയറുകൾ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ഓർത്തു ഇതിന് കൊളുത്തുകൾ ഉണ്ടാക്കണം, ഹുക്സ്. പുറപ്പാട് ദിവസം 28:25-28 വാക്യത്തിൽ നമ്മൾ ഓർത്തു, ഹുക്സ്, വെള്ളി ഹൂക്കുകൾ, കൊളുത്തുകൾ ഉണ്ടാക്കണം. ഈ കൊളുത്തിൽ എന്താ ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞത്? അവിടെ വെള്ളി പൊതിഞ്ഞ കമ്പുകൾ ഈ കൊളുത്തിൽ നിന്ന് ഒന്നിനോടൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുക. ഓരോ തൂണും നോക്കുക, അടുത്ത് നിൽക്കുന്ന തൂണുകളോട് ബന്ധപ്പെട്ടിരിക്കുക. ഈ തൂണ് ഇവിടെയും അവിടെയും ബന്ധപ്പെട്ടിരിക്കുന്നു, ഇവിടെയുള്ള തൂണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തൂണുകൾ പരസ്പരം കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന പോലെ അവ നിൽക്കുക. ഇത് നമ്മളെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തിന് നിവാസമായി തീരുവാൻ നമ്മളെ ഒന്നാക്കി ചേർത്തിരിക്കുക, ഒരു യൂണിറ്റി. ഇത് വലിയ സംഗതി നമ്മളെ പഠിപ്പിക്കും. യോഹന്നാൻ സുവിശേഷം 17:21 വാക്യത്തിൽ
കർത്താവ് പ്രാർത്ഥിച്ച മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകണം. ആ തൂണുകൾ ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുക. ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റിങ് പോലെ അതിനെ കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പരസ്പര ബന്ധമില്ലാതെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിവാസം ദൈവം ആഗ്രഹിക്കുന്ന പോലെ പണിതെടുക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ വലിയൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പ്രാകാരത്തിൻ്റെ പെരിമീറ്റർ, ഇതിൻ്റെ ചുറ്റുപാടുകൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ഐക്യത കൊണ്ടുണ്ടാകുന്നതാണ്. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ പ്രത്യേക പരസ്പര ബന്ധപ്പെട്ട് അവർ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു. ദൈവം വസിക്കുന്ന സഭ വേർതിരിക്കപ്പെട്ടതാണെന്നുള്ളത് പ്രത്യേക മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ വളരെ പ്രാധാന്യത അർഹിക്കുന്നൊരു വസ്തുത, സഭയ്ക്ക് ഉള്ളിൽ മറ്റൊരു രൂപം, ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ നോക്കുക, ആ തൂണുകൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കണം. ദൈവസഭയിൽ പരസ്പര ബന്ധത്തിലായിരിക്കണം ദൈവസഭ. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഐക്യത നഷ്ടപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ യൂണിറ്റിയിലെ ആ പ്രാകാരം കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മളെ പ്രത്യേക പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സിൽവർ സോക്കറ്റ്, നമ്മൾ ഓർത്തതുപോലെ താമ്രച്ചൂടിൽ ഉറച്ചു നിൽക്കുന്ന തൂണുകൾ, വീണ്ടെടുപ്പിനെ ഉറച്ചു നാം നിൽക്കുന്നു. ശിരസിലെ ഒരു ക്രൗണുണ്ട്, വെള്ളിക്കിരീടം, അത് വീണ്ടെടുപ്പിൻ്റെ മഹത്വമാണ്. വീണ്ടെടുപ്പ് വിലയാണ് വെള്ളി, അരശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വിലയായിട്ട് കൊടുക്കുന്നു. ആ ക്രൗണ് ശിരസിൽ ധരിച്ച് പരസ്പരം ബന്ധപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൽ ഉറച്ചു നിന്ന് മരുഭൂമിയിൽ അചഞ്ചലരായി അവൻ്റെ വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ ഉറച്ച് സ്നേഹച്ചരടുകളാൽ ബന്ധപ്പെട്ട് പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഈ പ്രാകാരം നമുക്ക് നൽകുന്ന ചിത്രം. അങ്ങനെയാണ് ദൈവത്തിന് വസിപ്പാൻ ഒരു മന്ദിരം ഇതിൻ്റെ ഉള്ളിൽ പണിയപ്പെടുവാൻ ദൈവം ആദ്യം ആവശ്യപ്പെട്ടു, നിങ്ങൾ എനിക്കൊരു പ്രാകാരം സൃഷ്ടിക്കണം. ആ പ്രാകാരം വേർതിരിക്കപ്പെട്ടവരുടെ, നമ്മൾ ഓർത്തതുപോലെ വീണ്ടെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് അവൻ്റെ ഹിതം, അവൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന ജനം അവന് പാർക്കുവാൻ ഉകുന്ന വിധത്തിലൊരു സ്ഥലം വേർതിരിച്ച് മന്ദിരമുണ്ടാക്കി തീർക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമാഗമന കൂടാരം സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായതാണ് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സത്യങ്ങളെ മനുഷ്യനെ നോക്കി മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ അതിലൂടെ ദൈവം നമ്മളെ സത്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ വാതിലിനെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ വീതി കൂടിയ ഒരു വാതിൽ. ആ വാതിൽ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഏത് മനുഷ്യനും കടന്നു വരുവാനും എത്ര പേർ കടന്നു വന്നാലും പ്രവേശിപ്പാൻ കഴിയുന്ന ഒരു വാതിൽ യേശുക്രിസ്തു എന്ന വാതിലാണത്. ഈ കർത്താവിലൂടെ ദൈവസന്നിധിയിലേക്ക് കരയേറുവാൻ ആർക്കും കഴിയും. അത് നമുക്ക് ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലൂടെ ശ്രദ്ധിപ്പാനായിട്ട് സാധിക്കും. നിങ്ങളിന്നുവരെയും ദൈവസന്നിധിയിൽ അടുത്തു വന്നിട്ടില്ലെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ, ഏകവാതിലായ കർത്താവിലൂടെ തിരുവചനം വായിക്കുന്നുണ്ട്, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വരില്ല. മാത്രമല്ല വീണ്ടും അപ്പോസ്തലന്മാർ ഓർപ്പിച്ചു, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട് രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല. ആകെയുള്ള നാമം യേശുക്രിസ്തുവാണ്. പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഏക പ്രവേശനം യേശുക്രിസ്തുവാണ്. തന്നിലൂടെ മാത്രമേ ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. ആ കർത്താവിലൂടെ രക്ഷ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കും.